നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടുകൂടി നടത്തുന്ന ഇസ്രയേലിൻ്റെ ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളെ ശക്തിയായി പ്രതിഷേധിക്കാൻ നമ്മുടെ നാട് മുന്നിട്ടിറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് രാജ്യത്ത്. അതാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ളവർ അവരുടെ രചനയിലൂടെ അവരുടെ പ്രതികരണങ്ങളിലൂടെ ശക്തിയായിട്ട് പ്രതിഷേധിക്കുന്നു. ഇപ്പോൾ പപ്പാട്ടൻ എഴുതിയിട്ടുള്ള കഥയും കഥയുടെ പ്രതികരണവും ഏറ്റവും ശ്രദ്ധേയമായ സാമ്രാജ്യത്വ വിരുദ്ധ നീക്കത്തിൻ്റെ ഭാഗമായി സ്ത്രീകളുടെ വിലാപം 65,000-ലധികം ആളുകളെയാണ് ഇതിനകം ഗാസയിൽ കൊലപ്പെടുത്തിയത്. കുട്ടികളെയും സ്ത്രീകളെയുമാണ് കൊന്നൊടുക്കുന്നത്. അതുകൊണ്ടാണ് വംശഹത്യ എന്ന് പ്രത്യേകമായി അതിന് പേര് വന്നത്. ഇതിനെതിരായ ശക്തിയായ പ്രതിഷേധം ലോകത്തും നമ്മുടെ നാട്ടിലും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ആശാവഹമായ രണ്ടാമത്തെ കാര്യം ഗവർണറുടെ ഇടപെടൽ. LDF സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം പ്രകടനപത്രികയിൽ തന്നെ വ്യക്തമാക്കിയത് വൈജ്ഞാനിക സമൂഹത്തെയും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെയും കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാകുക എന്നതാണ്. അതനുസരിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സജീവമായ ഇടപെടൽ സംസ്ഥാനം നടത്തി വരികയാണ്. അതിൻ്റെ ഫലമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മുന്നോട്ടേക്ക് കുതിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയും നിലപാട് കൈകാര്യം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കാൻ കിഫ്ബി ഉൾപ്പെടെ ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് നല്ല രീതിയിൽ സ്മാർട്ട് ക്ലാസുകൾ രൂപപ്പെടുത്താനും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തല സൗകര്യം മാത്രമല്ല ഉള്ളടക്കം ശക്തിപ്പെടുത്താനും എല്ലാമുള്ള നിലപാടുകൾ സ്വീകരിച്ചു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിപ്പുണ്ടാവണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ച് മുന്നോട്ട് വന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പൊതുചിത്രം പരിശോധിച്ചാൽ ലോകോത്തരമായ രീതിയിലാണ് വിദ്യാഭ്യാസ സംവിധാനത്തെ കാണാനാവുക. മൊത്തം പ്രവേശന അനുപാതം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 2017-18 അത് 34%. അതിപ്പോൾ 2021 ആകുമ്പോഴേക്ക് തന്നെ 43.2% ഉയർന്നു പ്രവേശന അനുപാതം. സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ വലിയ കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2017-18 38% പ്രവേശന അനുപാതം. 2021 ആകുമ്പോഴേക്ക് 52% മാറി. വലിയ മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ പ്രത്യേകമായിട്ട് ഇന്ത്യയിലെ മികച്ച 17 സർവകലാശാലകളിൽ 3 കേരളത്തിലാണുള്ളത് എന്നതാണ് പ്രത്യേകത.
NIEFൻ്റെ റാങ്കിംഗ് പട്ടികയിൽ കേരള സർവകലാശാല ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. കുസാറ്റ് 8ാം സ്ഥാനത്തും മഹാത്മാഗാന്ധി സർവകലാശാല 17ാം സ്ഥാനത്തും. കോളേജുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ സംസ്ഥാനത്ത് 18 കോളേജുകളുണ്ട്. 300 കോളേജുകളെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് 73 കേരളത്തിൽ നിന്നാണ് എന്നതാണ്. അതിൽ 18 സർക്കാർ കോളേജുകൾ. അപ്പോൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റം 2017-18 മുതൽ നാക് അക്രഡിറ്റേഷൻ്റെ A++ റാങ്ക് നേടുന്ന സർവകലാശാലയായി കേരള സർവകലാശാല മാറിയിട്ടുണ്ട്. അതേപോലെ മഹാത്മാഗാന്ധി സർവകലാശാല A++ അംഗീകാരം വീണ്ടും കരസ്ഥമാക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയും കുസാറ്റും A+ നേടുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം വലിയ രീതിയിലുള്ള മുന്നോട്ടേക്കുള്ള കുതിപ്പ് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് തകർക്കാനാവുക എന്നതാണ് ഭരണവർഗം, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഗവർണറെ ഉപയോഗപ്പെടുത്തി നിലവിലുള്ള നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഗവർണർ ഇടപെടുമ്പോൾ നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അക്കാദമിക് സമൂഹത്തിൻ്റെ പിന്തുണയോടെ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന കേരളീയ ജനത ശക്തിയായി പ്രതിഷേധിക്കുകയും മുന്നോട്ടേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് അനുകൂലമായ പ്രധാനപ്പെട്ട ഒരു ഘടകം. സാമൂഹ്യമായ പശ്ചാത്തലമാണ്. ഈ രംഗത്തെ കോടതി വിധികൾ ഗവർണർമാർക്കെതിരായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്ക് അനുകൂലമായ വിധികളൊന്നും ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ കേരളത്തിൻ്റെ ഈ മുന്നേറ്റത്തെ അട്ടിമറിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് അനിശ്ചിതത്വം രൂപപ്പെടുത്താൻ ഗവർണർമാർ തന്നെ കോടതിയിലേക്ക് പോകുന്ന ചിത്രവും അപൂർവ സംഭവമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ RSSനെ പീഡിപ്പിക്കാനാണ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടത്. എന്നാൽ അവരുടെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നിലപാടാണ് പുതിയ ഗവർണർ സ്വീകരിക്കുന്നത്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ കോടതിയിൽ നിരന്തരമായിട്ട് ഇടപെടും. എന്നിട്ടും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനാവാത്ത സാഹചര്യത്തിലാണിപ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തിലെ സർവകലാശാലകളുമായി നടക്കുന്ന ഗവൺമെൻറ്റുമായി നടക്കുന്ന നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു വിചിത്ര വാദവുമായി ഗവർണർ വന്നിരിക്കുകയാണ്. അത് താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നാകണമെന്ന ഹൈക്കോടതി വിധി, സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയും പിന്നീട് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയും
ഈ വിധിക്കെതിരായി സുപ്രീം കോടതിയിൽ ഗവർണർ ഹർജി നൽകി. സുപ്രീം കോടതി ചാൻസലറുടെ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവർണറുടെ വാദങ്ങൾ അംഗീകരിക്കാതെ സ്ഥിരം വൈസ് ചാൻസലറുടെ നിയമനം നടത്താൻ സാധിക്കത്തക്ക രീതിയിൽ ജസ്റ്റിസ് സുധാംശു മുരിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി നിയമിച്ചിരിക്കുകയാണ്. ഗവർണർക്ക് വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിലുണ്ടായത്. മാത്രമല്ല, സംസ്ഥാന മുഖ്യമന്ത്രിയെ വൈസ് ചാൻസലർമാരിൽ മുഖ്യമന്ത്രിയെ വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പാനലിൽ മുൻഗണന നിശ്ചയിക്കുന്നതിനുള്ള അവകാശവും മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാർ താവളമാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരെ ശക്തിയായ ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സിൻഡിക്കേറ്റിൻ്റെയൊക്കെ സംവിധാനത്തിനെതിരെയാണ് സുപ്രീം കോടതിയിൽ യഥാർത്ഥത്തിൽ ഗവർണർ പോയത്. അതിന് ചെലവായത് 11 ലക്ഷം രൂപയാണത്രേ. ആ 11 ലക്ഷം രൂപ ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും 5.5 വീതം കൂടി 5.5 ലക്ഷം രൂപ ഈ ഡിജിറ്റൽ സർവകലാശാലയും 5.5 ലക്ഷം രൂപ സാങ്കേതിക സർവകലാശാലയും നൽകണം എന്ന് നിയമവിരുദ്ധമായി ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർവകലാശാലയുടെ നിലവിലുള്ള ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് പണം നൽകാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ചാൻസലർ പദവി ഉപയോഗിച്ച് എല്ലാ ജനാധിപത്യ രീതികളെയും തകർക്കുന്ന സർവകലാശാലയുടെ വിട്ട് അതിൻ്റെ മുന്നേറ്റത്തെ തടസ്സം നിർത്തുന്ന ഗവർണർ തങ്ങളുടെ പാർശ്വവർത്തികളെ ആയിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി നിയമവിരുദ്ധമായ ഇടപെടൽ ഇപ്പോൾ നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചെലവ് യൂണിവേഴ്സിറ്റികൾ നൽകണം എന്ന വിചിത്രവാദവും ഇപ്പോൾ നടത്തുക. ഇതിനെതിരായി വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. നിയമസഭയിലെ പ്രത്യേകതയുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന സമീപനത്തെ ആളുകൾ ഇപ്പോഴും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ ഇപ്പോഴും മുന്നോട്ടേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓണം കാലം വലിയ പ്രയാസമുണ്ടാവാൻ ഇടയുണ്ടായിരുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു ഓണക്കാലം സമ്മാനിച്ചു ഈ ഗവൺമെൻറ് എന്നെല്ലാവരും ജനങ്ങളൊന്നടങ്കം സമ്മതിക്കുക. പ്രതിപക്ഷം സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആദ്യം മുതലുള്ള അവരുടെ അടിയന്തര പ്രമേയങ്ങൾ അതായിരുന്നു അവരുടെ ആയുധം. ആ ആയുധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാടുമില്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പാർലമെൻ്ററി വ്യവസ്ഥയെ ക്രിയാത്മകമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന ആരോപണമാണ് നമ്മൾ എല്ലാ കാലത്തും ഉന്നയിച്ചത്. ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറില്ല എന്ന നിലപാടാണ് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായി കേന്ദ്രം സ്വീകരിക്കുന്നത്. എന്നാൽ അടിയന്തര പ്രമേയം എന്ന നിലയിൽ കൊണ്ടുവന്ന ജനങ്ങൾക്ക് താല്പര്യമുള്ള ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയം എന്നുള്ള നിലയിൽ തുടർച്ചയായിട്ട് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതിന് കേരള അസംബ്ലി തയ്യാറായി എന്നുള്ളത് ജനാധിപത്യപരമായ കീഴ്വഴക്കത്തിൽ ഒരു പുതിയ അധ്യായമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.
മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി തെറ്റായ കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കാമെന്നായിരുന്നു UDFൻ്റെ ധാരണ. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള സംവാദങ്ങളിലും ചർച്ചകളിലും അവർ തകർന്ന് തരിപ്പണമാവുന്ന ചിത്രം രാജ്യം കാണുകയായിരുന്നു എന്നുള്ളതാണ് ഈ പ്രമേയ ചർച്ചയിലൂടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF ഉയർത്തുന്ന തെറ്റായ സമീപനങ്ങളെയും നിലപാടുകളെയും തുറന്നു തീർക്കാനും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ പ്രമേയങ്ങളിലൂടെ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ചയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് വളരെ ശരിയായ പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഗവൺമെൻറ്റിനെതിരായിട്ട് അവതരിപ്പിക്കാനുള്ള വിഷയദാരിദ്ര്യം നല്ലതുപോലെ അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എറണാകുളത്ത് വലിയ രീതിയിലുള്ള സ്ത്രീവിരുദ്ധ പ്രചാരവേല MLA കൂടി ചേർത്തുകൊണ്ട് സൈബർ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അരങ്ങേറിയിരിക്കുക. VD സതീശൻ പറഞ്ഞിരുന്നു, ഇടതുപക്ഷവും പ്രതിപക്ഷവുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ശക്തിയായിട്ട് ഉയർത്തിയപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നു എന്ന് ഞങ്ങളപ്പോഴേ പ്രതികരിച്ചു. ഏത് ബോംബും വരാൻ പോകുന്നതല്ല UDFൻ്റെ തലയിലാണ് വീഴുക, ഞങ്ങൾക്കതിൽ ഉൾക്കണ്ടിയില്ല എന്നു തന്നെ വ്യക്തമാക്കിയത്. ഈ സതീശൻ പറഞ്ഞ ബോംബ് ഇതുപോലെ ഒന്നാണ് എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ബോംബ് രൂപപ്പെട്ടത്. ഷൈൻ ടീച്ചർക്കെതിരായിട്ടും അതുപോലെ തന്നെ MLA ചേർത്തുകൊണ്ട് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള കള്ളപ്രചാരവേല ഒരുതരം ജീർണമായ UDF മനസ്സുകൾ അത് ഈ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് കാണാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. വലതുപക്ഷ രാഷ്ട്രീയം ഇത്രയേറെ ജീർണമായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ എറണാകുളത്തെ MLAക്കും അതുപോലെ തന്നെ ഷൈൻ ടീച്ചർക്കുമെതിരായിട്ട് നടത്തിയിട്ടുള്ള ആരോപണങ്ങളോട് കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ സ്ത്രീകൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ ആധുനിക സമൂഹത്തിന് ഒട്ടും യോജിക്കുന്ന ഒന്നല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ശൈലജ ടീച്ചർക്കെതിരായിട്ടും വീണ ജോർജ് മന്ത്രിക്കെതിരായിട്ടും തിരുവനന്തപുരം മേയർക്കെതിരായിട്ടുമെല്ലാം ഈ സൈബർ ആക്രമണം ശക്തിയായിട്ട് മുമ്പും നടന്നിട്ടുണ്ട്. സൈബർ ഇടങ്ങളെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അത് ആശയപരമായ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ അത്തരം രീതികളെല്ലാം ഉപേക്ഷിച്ച് സ്ത്രീകളെ തേജോവധം ചെയ്യാൻ നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾക്കെതിരായി ശക്തിയായ നിലപാടുകൾ സ്വീകരിച്ച് നിയമ പോരാട്ടം വരെ നടത്തേണ്ടത്. ഷൈൻ ടീച്ചർ അത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ആക്ഷേപങ്ങൾക്ക് വിധേയയായ ടീച്ചർ തന്നെ നിയമപരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും എന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം തെറ്റായ രീതികൾക്കെതിരെ ശക്തിയായ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക്, ജനാധിപത്യ ശക്തികൾക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 4 MLA-മാരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ശ്രമിച്ച ചില
വിഭാഗങ്ങളുണ്ട്. അതിനെതിരായി നിയമപരമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ തെറ്റായ ഒന്നിനെയും അംഗീകരിച്ചു കൊടുക്കുന്ന നില സ്വീകരിക്കാൻ പറ്റില്ല. അതിനെല്ലാം തുറന്നു തീർത്തുകൊണ്ട് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നതാണ് പൊതുവായിട്ട് പറയുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.